ശ്രീ ജോർജ് കുര്യൻ എന്നും മനുഷ്യപക്ഷത്തായിരുന്നു പാപ്പ. എന്നും വിശ്വാസങ്ങൾക്കപ്പുറം എന്നും മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം ഇന്ത്യക്ക് കൂടി തീരാ നഷ്ടമാണ്. നമ്മൾ ഇവിടേക്ക് വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഉണ്ടായില്ല. സർ കേൾക്കാമോ? ഹലോ സർ കേൾക്കാമോ? കേൾക്കാം. ഹലോ പറഞ്ഞോളൂ. പോപ്പ് ഫ്രാൻസിസ് മാനവകുലത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയാണ്. ഏതെങ്കിലും വിശ്വാസത്തിന് വേണ്ടി മാത്രമല്ല, ക്രിസ്തീയ കത്തോലിക്ക വിശ്വാസവും പാരമ്പര്യവും നിലനിർത്തുന്ന അവസരത്തിൽ അദ്ദേഹത്തെ ലോകം കണ്ടത് മാനവരാശിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മഹാവ്യക്തിത്വമായിട്ടാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുകയും എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ വർഷം വത്തിക്കാനിലെത്തിയ സർവമത സംഘത്തിന്, ഇന്ത്യയിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള സർവമത സംഘത്തിന് അത് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും ഒരു വ്യത്യസ്തനായിട്ട് നിന്ന ഒരു പോപ്പാണ്. യുദ്ധത്തിനെതിരായിരുന്നു അദ്ദേഹം, എല്ലാ സമയത്തും യുദ്ധത്തിനെതിരായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തകൾ മുഴുവൻ പാവപ്പെട്ടവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ യുദ്ധത്തിൽ യാതന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും സംഘടനകളിൽ ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും ഒക്കെയായിരുന്നു. രാഷ്ട്രങ്ങളെ അദ്ദേഹം ഉപദേശിക്കുമായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ഫലിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മതപരമല്ലാത്ത കാര്യത്തിന് അദ്ദേഹം, പൊതുവായിട്ടുള്ള കാര്യത്തിന് ഏറ്റവും അവസാനം പോയത് ജയിലിലേക്കാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ജോർജ് കുര്യൻ സംസാരിച്ചതിന്.